തന്നെ അവർക്ക് പൊറുക്കാനായിട്ടില്ല. ഇപ്പോ നമുക്ക് കുഞ്ഞുങ്ങളും ജനിച്ചു എന്നറിഞ്ഞ അവരുടെ ഉള്ളിലെ പ്രതികാരം വർദ്ധിക്കും. പാർവതി, എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും നിന്നെയും കുഞ്ഞുങ്ങളെ ഞാൻ സംരക്ഷിക്കും. ഞാൻ അവരുടെ വംശജായതുകൊണ്ട് എന്നെ അവരൊന്നും ചെയ്യില്ല. അവരുടെ ദേഷ്യം മുഴുവൻ ഏട്ടനോടും കുഞ്ഞുങ്ങളോടും ആയിരിക്കും. എന്റെ കുഞ്ഞുങ്ങളെയും അങ്ങേയും എനിക്ക് രക്ഷിക്കണം. മര്യാദക്ക് തുറക്കുന്നോ ഇല്ലയോ? തുറക്കാനാ പറഞ്ഞേ. കഥക് തുറക്ക. എന്തായാലും താമസം തുറക്കാൻ. ഇനിയും ഇങ്ങനെ ഒളിച്ചു നിന്നിട്ട് കാര്യമില്ല. അങ്ങോട്ട് പോകാൻ പോവാ. ഏട്ടൻ അവരെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മൾ ഇത്രയും നാൾ ഈ നാട് മുഴുവൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടന്നത്. ഇപ്പൊ നേരെ അവരുടെ മുന്നിൽ പോയി നിൽക്കാണെന്ന് പറഞ്ഞ ഞാൻ അങ്ങോട്ട് പോയില്ലെങ്കിൽ അവരകത്തേക്ക് വരും. ഇത്രയും നാളെ നമ്മൾ ഒളിച്ചു നടന്നു. ഇനി അവരെ എതിർക്കാന്നല്ലാതെ മറ്റു വഴിയൊന്നുമില്ല നമുക്ക്. നീ പേടിക്കണ്ട, അവർ ചെയ്യുന്നത് ചെയ്യട്ടെ. എന്നെ കൊണ്ടാവുന്ന പോലെയൊക്കെ ഞാനും നോക്കിക്കോളാം. അബദ്ധമൊന്നും കാണിക്കല്ലേ, ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? കാർക്കോടക വംശത്തിലുള്ളവർ എത്ര ക്രൂരന്മാരായിരുന്നാലും അവർ ചില ധർമ്മങ്ങൾ പാലിക്കുന്നവരാ. ഒരിക്കലും ഒരു അർദ്ധനാരിയെ അവർ അപായപ്പെടുത്താൻ ശ്രമിക്കില്ല. അത് നമ്മുടെ പ്രശ്നമായിട്ട് എന്താ ബന്ധം? ശിവനും ശക്തിയും ചേരുന്നതാണ് അർദ്ധനാരി അംശം. അജ്ഞാതവാസ സമയത്ത് അർജുനൻ പോലും അർദ്ധനാരിയുടെ വേഷം സ്വീകരിച്ചതല്ലേ? ഈ നേരത്തെ എന്തിനാ പാർവതി ഇതൊക്കെ പറയുന്നത്? കാരണം ഞാൻ അങ്ങയെ ആ അംശത്തിലേക്ക് മാറ്റാൻ പോവാ. എന്റെ നാഗവംശത്തിൽ നിന്ന് അങ്ങയുടെ ജീവൻ രക്ഷിക്കാൻ എന്റെ മുന്നിൽ വേറെ വഴികളില്ലാത്തോണ്ട. നീ അങ്ങനെ അരുതാത്തൊന്നും ചെയ്യില്ലേ പാർവതി? മനസ്സുണ്ടായിട്ടല്ല ഞാനിപ്പോ ഇത് ചെയ്യുന്ന. ഇതല്ലാതെ എന്റെ മുന്നിൽ വേറെ വഴികളൊന്നുമില്ല അങ്ങയെ രക്ഷിക്കാനായിട്ട്. പാർവതി, നീ ചെയ്യാൻ പോകുന്ന അബദ്ധ. ദയവ് ചെയ്ത് നീ എന്നെ അങ്ങനെ ആക്കരുത്. ഈ തെറ്റിന് എന്ത് ശിക്ഷ ലഭിച്ചാലും ഞാൻ അനുഭവിക്കാൻ തയ്യാറാ. ഏട്ടനെന്നും ജീവനോടെ ഇരിക്കുന്ന എനിക്ക് കാണണം. വേണ്ട പാർവതി, നീ പറയുന്നത് കേൾക്ക്. ഞാനിപ്പോ അങ്ങയുടെ രൂപം മാത്രമല്ല മാറ്റുന്നത്, എനിക്കുള്ള ശക്തിയുടെ പകുതി ശക്തിയും അങ്ങേക്ക് തരികയാണ്. അത് എന്നും ഏട്ടനെ ആപത്തുകളിൽ നിന്നെല്ലാം അകറ്റി നിർത്തും. അരുത് പാർവതി, ചെയ്യരുത്. അങ്ങ് അങ്ങയുടെ മനസ്സിനെ പാകപ്പെടുത്തും. എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ടാവില്ല. എന്നെ വെറുക്കരുത്. വേണ്ട, അരുത് പാർവതി. പോയി ആരാണെന്ന് നോക്ക്. ആരാ മോളെ നീ? അങ്ങേ രൂപം സ്വീകരിച്ചു കഴിയുമ്പോ പഴയതെല്ലാം മറക്കുമെന്ന് എനിക്കറിയാം. അങ്ങയുടെ നന്മയ്ക്ക് വേണ്ടിയാണത്. എന്തിനാ ഇങ്ങനെ കരയുന്നത്? അമ്മേ, എന്നെ എന്റെ കുഞ്ഞുങ്ങളെയും കൊല്ലാൻ വേണ്ടി പുറത്താരൊക്കെ കാത്തു നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണേ അമ്മേ. അവളകത്തുണ്ട്. ഈ കുടിൽ നമ്മൾ തീ വെച്ച
അവർ താനെ പുറത്തു വരും. നീ കുഞ്ഞുങ്ങളെ എടുത്തിട്ട് വാ. ആരെടാ നീയൊക്കെ? എടീ പാർവതി, നീ നാഗരൂപത്തിൽ നിന്ന് മനുഷ്യരൂപത്തിലേക്ക് മാറിയിട്ട് നിന്റെ ഭർത്താവിനെ ഒരു നപുംസകമാക്കി മാറ്റി ഞങ്ങളെ കബളിപ്പിക്കാന്ന് വിചാരിച്ചോ? നിന്റെ കുഞ്ഞിനെ ഇവനെ കൊന്നു കുഴിച്ചും കൂടി ഞങ്ങള്. അവൻ ഇങ്ങോട്ട് തന്നെ വരുന്നത്. മുകളിലും വല്ലവനും അഗ്നിക്കിരയായി എന്നറിഞ്ഞാൽ നാഗമന്ത്രി പിന്നെ അടങ്ങിയിരിക്കില്ല. ഇവിടുന്ന് വേഗം പോ. അവൻ അപകടകാരിയാണ്. പോവാൻ പറഞ്ഞില്ലേ? കുഞ്ഞിന്റെ കയ്യിലാണ്. മോളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂ. നിക്കൂ. അവിടെ നിൽക്കല്ലേ, ആപത്താണ്. മോളെ ഒരു കുഞ്ഞ് അങ്ങയോടൊപ്പം വളരണമെന്നാണ് വിധി. അവളെ അങ്ങ് നന്നായി വളർത്തുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇവള് നാഗവംശത്തിൽ ജനിച്ച കുഞ്ഞാണ്. ഇവൾ എന്നോടൊപ്പം വളർന്നോളും. രണ്ടുപേരെയും കുടിലേക്കാണല്ലോ അയച്ചത്. കുടിൽ നിന്ന് കത്തുകയാണ്. എന്താ സംഭവിച്ചത്? പുറത്തേക്ക് വാ, പുറത്തേക്ക് വരാൻ. വല്ലഭ, 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 എന്താ സംഭവിച്ചേ? രണ്ടുപേരും പുറത്തേക്ക് വാ, വരാൻ. എന്താ പറ്റിയത്? എന്താ സംഭവിച്ചെന്ന് പറയേ. ചേട്ടാ, ഞങ്ങൾ തീക്കകത്തേക്ക് തള്ളിയിട്ടിട്ട് പാർവതി അവനും ഇവിടുന്ന് രക്ഷപ്പെട്ടു ചേട്ടാ. അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളെ ജനിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അവരുടെ ഭർത്താവിനെ അവളൊരു നപുംസകമാക്കി മാറ്റിയിരിക്കുക. അവരെ വെറുതെ വിടരുത്. നശിപ്പിക്കും ഞാൻ അവരെ. പക്ഷെ നിങ്ങളുടെ ജീവൻ രക്ഷിക്കണം എനിക്ക്. ഞങ്ങളുടെ ശരീരം പൂർണ്ണമായി കത്തി നശിച്ചിരിക്കുക. ഇനി ഞങ്ങൾ ജീവിക്കുമെന്ന് തോന്നുന്നില്ല. ഞങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. ഞങ്ങൾ മരിച്ചാലും ഏട്ടന്റെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മുടെ കാർക്കോടക ദൂല സൂക്ത യുക്തിമന്ത്രം പ്രയോഗിച്ച് ഞങ്ങളുടെ ശക്തിയും ആത്മാവും ചേട്ടനിൽ തന്നെ ലയിപ്പിക്കാം. ഇനി ഏട്ടൻ തനിച്ചായിരിക്കില്ല. ഞങ്ങളുടെ രണ്ടുപേരുടെയും ശക്തി ഏട്ടന്റെ കൂടെ ഉണ്ടാവും. പാർവതി, നാഗവംശത്തിന് ദ്രോഹം ചെയ്തവളാണ് നീ. കൂടപ്പിറപ്പുകളെ കൊന്നൊടുക്കിയ പാപിയാണ് നീ. നീ എവിടേക്ക് രക്ഷപ്പെട്ട് ഓടിയാലും നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും നിന്റെ ഭർത്താവിനെയും കൊല്ലാതെ അടങ്ങില്ല ഞാൻ. പാർവതി,
സുരക്ഷിതമായി എങ്ങോട്ടെങ്കിലും ഇവിടെയും കൊണ്ട് പോകണമല്ലോ. എന്താ അവിടെ ഒരു വെളിച്ചം കാണുന്നത്? എങ്ങോട്ട് പോയത്? വെളിച്ചം കാണുന്നില്ലല്ലോ. ഈ രാത്രി ഇവിടെ തങ്ങാം. എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നത്? അമ്മേ മഹാമായേ, ഉള്ളിലുണ്ടായിരുന്ന ശക്തി നീയാണല്ലേ. അമ്മയുടെ മുന്നിലേക്കായിരുന്നല്ലേ എന്നെയും കുഞ്ഞിനെയും വഴി നടത്തി കൊണ്ടുവന്നത്. പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് ഒറ്റയ്ക്ക് കഴിയുന്ന എനിക്ക് തുണിയാവാൻ വന്നതാണല്ലേ അമ്മേ. ഒരിക്കലും ഒരു ആപത്തും ഇനി എന്റെ അടുക്കലേക്ക് എത്തുകയില്ല. എന്നെ എന്റെ കുഞ്ഞിനെയും അമ്മ സംരക്ഷിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഈ ഒരു സ്ഥലത്തേക്കാൾ സുരക്ഷിതമായി തോന്നുന്ന മറ്റൊരു സ്ഥലം ഇല്ല എനിക്ക്. എന്നെയും കുഞ്ഞിനെയും ഞാൻ അവിടത്തെങ്കിൽ സമർപ്പിക്കുകയാണ്.
നീ? അയ്യോ എന്റെ കുഞ്ഞ്, ഈ കുഞ്ഞെന്ത് തെറ്റ് ചെയ്തിട്ടാ? ഏട്ടാ വേണ്ട ഏട്ടാ, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ. എന്റെ കുഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതിനൊന്നും ചെയ്യല്ലേ ഏട്ടാ. നാഗവംശത്തിൽ പിറന്നിട്ട് മനുഷ്യവംശത്തിൽ കുഞ്ഞിനെ പെറ്റ പാപിയാണ് നീ. നിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ഞാൻ ഇതിനെ ഇല്ലാതാക്കുന്നതാണ്. അമ്മേ, എന്റെ കുഞ്ഞിനെ അമ്മ വേണം സംരക്ഷിക്കാൻ. എന്റെ കുഞ്ഞിനെ ഒരു ആപത്ത് വരുത്തരുത്. ഏട്ടാ, ഏട്ടാ ഒന്നും ചെയ്യരുത്. വേണ്ട, ഞാൻ അപേക്ഷിക്കുക. അമ്മേ, എന്റെ കൺമുന്നിൽ ഇങ്ങനെ ഒരു അന്യായം നടക്കുന്ന കാണുന്നില്ല. എന്റെ കുഞ്ഞിനെ രക്ഷിക്കൂ അമ്മേ. എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞിനി മറ്റൊരാശ്രയവും ഇല്ലമ്മേ. നാഗവംശത്തിൽ പിറന്ന് മനുഷ്യവംശത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ച തെറ്റിനല്ലേ നീ എന്നെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചുറപ്പിച്ചത്?
ഇപ്പൊ ഈ നിമിഷം വേണമെങ്കിൽ എനിക്ക് നിന്നെ ഇല്ലാതാക്കാനാവും. പക്ഷെ കൂടെപ്പിറപ്പായി പോയി നീ. ആ രക്തബന്ധത്തിന്റെ ഒറ്റ കാരണം കൊണ്ട് നിന്റെ ശക്തി ഇല്ലാതാക്കി നിന്നെ വെറുതെ വിടുന്നേ. ഇനി മേലിൽ എന്റെ ജീവിതത്തിൽ കുറുകെ വരണമെന്ന ആഗ്രഹം നിനക്കുണ്ടാവരുത്. എന്റെ പക്കലുണ്ടായിരുന്ന ശക്തിയെല്ലാം തിരിച്ചെടുത്തതോടെ നിന്നെ എതിർത്ത് നിൽക്കാൻ യോഗ്യതയില്ലാത്തവനായി മാറിയില്ലേ ഞാൻ? ഈ ദേവിയുടെ തണലിൽ കഴിയുന്ന നിന്നെ ഇപ്പോഴൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാ പാർവതി, അതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിട്ടുവെന്ന് കരുതണ്ട. നിന്നെയും നിന്റെ കുഞ്ഞിനെയും നശിപ്പിച്ചിരിക്കും ഞാൻ. ഇത് കാർക്കോടക നാഗവംശത്തിന്മേൽ ഞാൻ ചെയ്യുന്ന സത്യം.